ഉച്ചയ്ക്ക് എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ്, ബാ നമുക്ക് കറങ്ങാൻ പോവാം. മെസ്സേജ് ഇട്ട കുറിപ്പാണ് എന്റെ ബാക്കിലിരിക്കുന്നത്. ഈ കൂടിച്ചേരലിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഇന്നലെയും തുടങ്ങിയ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല, ഏകദേശം ഒരു 15 വർഷത്തിൽ കൂടുതലായി. ആദ്യത്തേത് ഞങ്ങൾ 3 പേരായിരുന്നു. 5 മിനിറ്റ് സംസാരമാണെങ്കിൽ പിന്നെ 10 മിനിറ്റ് ചിരിയാണ്. വീഡിയോ എടുക്കുന്ന സമയത്താണ് ഒരു ചേട്ടൻ പുഴ നീതി കിടക്കുന്നതിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെ അതും ക്യാപ്ചർ ചെയ്ത് ഞങ്ങൾ കുറെ സെൽഫി എടുത്തു. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് 4ാമത്തെ ആളെത്തുന്നത്. ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വരുള്ളൂ എന്ന് തെളിയിച്ചുകൊണ്ട് നമ്മുടെ അവസാനത്തെ ആളും എത്തി. ലാസ്റ്റ് വന്ന ആൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. 2 മിനിറ്റ് സംസാരിച്ചാൽ പിന്നെ 10 മിനിറ്റ് ആൾക്ക് വിശക്കും. ഒരു പ്രത്യേകതരം ജീവിതം. എന്നാ പിന്നെ ബജി കൊടുത്ത് ഒതുക്കാന്ന് വിചാരിച്ചപ്പോൾ അവിടെ എനിക്ക് ഒറ്റ കടയും തുറന്നിട്ടുണ്ടായില്ല. എന്തൊരൈശ്വര്യം. ഇതൊന്നും പോരാത്തതിന് അവിടെ നിൽക്കുന്ന ചേട്ടന്മാരോട് പറഞ്ഞ അവൾക്ക് ഫോട്ടോ എടുക്കണം പോലും. അതൊക്കെ കഴിഞ്ഞ് പാർക്കിലോട്ട് എത്തിയപ്പോൾ ലോകത്തുള്ള എല്ലാ ആൾക്കാരും അവിടെ ഉണ്ട്. അവസാനം ഞാൻ അവൾക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ചങ്ങ് ഒതുക്കി. 2ൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അതിൽ ഒരാളെ എപ്പോഴും എയർലൈൻ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പേർപ്പിളിന്റെ ഔട്ട്ലെറ്റിലേക്കാണ്. അവിടെ പോയതിന്റെ മെയിൻ ഉദ്ദേശം അവിടുത്തെ ടെസ്റ്ററൊക്കെ വെറുതെ യൂസ് ചെയ്തു. ഇവളവിടെ വെറുതെ ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടി കയറിയതായിരുന്നു. പക്ഷെ അവിടുത്തെ സ്റ്റാഫ് ഇവളെ പിടിച്ചിരുത്തി ഇടിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ അത് വാങ്ങിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഓക്കെ, ബൈ.